ഇന്നാണല്ലോ സ്വാതന്ത്ര്യ ദിനം. എല്ലായിടവും പതാകകളും ആഘോഷങ്ങളും പ്രസംഗങ്ങളും എല്ലാമാണല്ലോ. എന്നാൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യദിന പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രാമധ്യയാണ് റോഡരികിലൊരു നിശബ്ദമായ ദൃശ്യം ഞാൻ കാണുന്നത്. ഒരു കാക്ക മരണപ്പെട്ട് ജീവനറ്റ് കിടക്കുന്നു. അതിൻ്റെ കൂട്ടുകാരെല്ലാം ആകാശത്ത് നിലവിളി കൂട്ടുന്നുണ്ട്, പറന്നിറങ്ങി നോക്കുന്നുമുണ്ട്. പക്ഷേ ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ വാഹനം നിർത്തി. അത് മൃദുവായി മെല്ലെ റോഡിൻ്റെ ഒരു അരികിലേക്ക് മാറ്റിവെച്ചു. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം, കരുണ, മനുഷ്യത്വത്തിൻ്റെ മഹത്വം ഇത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും അനുഭവിക്കാൻ അവകാശമുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പതാകയിൽ മാത്രമല്ല, അത് മറ്റൊരാളുടെ വേദന കണ്ടാൽ തൊട്ടുണർന്ന ഹൃദയത്തിലും ഉണ്ടാകണം. മാനവകാശിയുടെ ഏറ്റവും വലിയ റോൾ മോഡലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ 2 സംഭവങ്ങളുണ്ട്. വിശന്നു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തൊരു സ്ത്രീ സ്വർഗത്തിൽ പോകുന്ന സംഭവവും, ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കൂട്ടിനുള്ളിൽ മൃഗീയമായി പീഡിപ്പിച്ച ഒരു സ്ത്രീ നരകത്തിൽ പോകുന്ന സംഭവവും. നമ്മളെ സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം നാട്ടിലെ ഒരാൾ ഇതേപോലെ റോഡിൽ വീണ് കടന്നിട്ട് എന്തെങ്കിലും ക്രിറ്റിക്കലായ ഒരു മൊമെൻറ്റ്സിലായാൽ നമ്മളെല്ലാവരും വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായില്ലേ. അതുപോലെ തന്നെയൊക്കെയാണ് ഈ പക്ഷികളും കിളികളും മൃഗങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് അതിനെടുത്തിട്ട് റോഡിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളത് കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ വീണ്ടും പല വണ്ടികളും അതിൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങും. റഹമു മംഫിൽ അർദി റഹമക്കും മംഫിസമ എന്നുള്ള സുന്ദരമായൊരു അധ്യാപനമുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഞാനൊരു പുണ്യാളനായിട്ടോ അല്ലെങ്കിൽ ഒരു മേഴ്സിമാൻ, ഒരു കാരുണ്യത്തിൻ്റെ കടലായിട്ടോ സംസാരിക്കൊന്നുമല്ല. എല്ലാവരും കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്കും ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ബ്രേക്ക് ഇട്ടിട്ട് അതൊന്നും എടുത്ത് മാറ്റി വെക്കുക. അതിനൊക്കെ വലിയ കൂലിയാണ്. കരുണ എന്നുള്ളത് വല്ലാത്തൊരു സംഭവമാണ്. നമ്മളൊരാളോട് കരുണ ചെയ്താൽ നമ്മളൊരു ക്രിറ്റിക്കലായൊരു മൊമെൻറ്റിൽ കിടക്കുമ്പോൾ നമ്മളോട് കരുണ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് മുമ്പിൽ വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.